നിങ്ങളെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു മിന്നത്ത് ചെയ്തിട്ടുണ്ട്. സത്യം ലഖദ് എന്നുള്ള തൗക്കീദാണ് ഖസമിൻ്റെ ജവാബാണ്. അതാണ് ജവാബ് ഖസമി മഹദൂഫിൻ, കളയപ്പെട്ട ഒരു ഖസമ്. വല്ലാഹി എന്ന് മുമ്പ് സങ്കല്പിക്കാം. അതായത് വല്ലാഹി ലഖദ് അൻഅമല്ലാഹു അലാ മൻ ആമന മഅർ റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഒരാൾക്കാണ് ഈ നിയമത്ത്. വിശ്വസിക്കാത്ത തങ്ങൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആ നിയമത്ത് അവൻ ആസ്വദിച്ചിട്ടില്ലല്ലോ, അവൻ കുഫ്രാനായില്ലേ. മീൻ കൗമിഹി, തങ്ങളെ കൗമിൽ നിന്ന്. എന്നിട്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഉപകാരമുണ്ടല്ലോ, ഈ മുഅ്മിനീങ്ങൾക്ക് മാത്രം എല്ലാവർക്കും ഇല്ലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നല്ല പറഞ്ഞത്. അതിന് കറുത്തോനും വെളുത്തോനും വിശ്വസിച്ചവനും എല്ലാത്തവനും എല്ലാം പെട്ടില്ലേ. പക്ഷേ അത് തസീസാക്കിയതിന് വിശ്വസിച്ചവർക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നുള്ളൂ. മറ്റേ ദുഞ്ഞാവിൻ്റെ ചില കാര്യങ്ങളൊക്കെ കിട്ടുന്നതും. അപ്പം തഖ്സീസുഹും, മുഅ്മിനീങ്ങളെ പ്രത്യേകമാക്കി ബിലിംതിനാൻ, അള്ളാഹിൻ്റെ മിന്നത്ത് ബാധിക്കലുമുണ്ട്. മഅമൂമി നിഅമത്തിൽ ബിഅസത്തി, ബിഅസത്താകുന്ന നിഅമത്ത് അമ്മാക്കിയിട്ടുണ്ട്. അസ്വദിനെയും അഹ്മറിനെയും എന്ന് പറഞ്ഞാൽ കറുത്താളെയും വെളുത്താളെയും ഏത് കടലുള്ളവനാനും ഏത് ഭാഷ സംസാരിച്ചാലും എല്ലാവർക്കും ഉണ്ട്. അപ്പം മുഅ്മിനീങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞിരുന്നുണ്ട്. അത് ഖുർആൻ ഇറക്കി എന്തിനാ? ഹുദൽ ലിന്നാസി എന്ന്. അപ്പുറം പറഞ്ഞ ഹുദൽ ലിൽ മുത്തഖീൻ. എല്ലാവർക്കും ഹിദായത്തിന് ഉദ്ദേശിച്ചിട്ട് ഇറക്കുന്നു. പക്ഷെ വിശ്വസിച്ചവർക്ക് മാത്രമേ അതുകൊണ്ട് പൂർണ്ണമായ ഉപകാരം കിട്ടിയിട്ടുള്ളൂ. അതാ ലിസിയാദത്തി ഇന്തിഫാഇഹിം ബിഹാ, അള്ളാഹുവിൻ്റെ ആ നിഅമത്ത് കൊണ്ട് ഉപകാരം എടുത്തത് സായിദിയായിട്ടായിരിക്കും കിട്ടിയത് മുഅ്മിനീങ്ങൾക്കാണ്. അതാണ് മുഅ്മിനീൻ എടുത്തു പറഞ്ഞത്. എന്താ നിഅമത്ത് പറയുക? ഇത് ബഅസ ഫീഹിം, അവരിലേക്ക് അള്ളാഹു തആല അയച്ചു. അത് ആ മാസം നല്ലിത്. റസൂലൻ, ഒരു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ മിൻ നസബിഹിം എന്ന് പറയാം, അവരുടെ നസബിൽപ്പെട്ടത്. അതുകൊണ്ട് തങ്ങൾ അറബിയ നോക്കിയാൽ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യത്തിലാണല്ലോ. ഔ മിൻ ജിൻസിഹിം, അല്ലെങ്കിൽ ജിൻസിൽപ്പെട്ട മനുഷ്യരിലാണല്ലോ. കണ്ട, അറബിയൻ, പിന്നെ മിസ്ലഹും, അവരെ പോലെ അറബിയായ റസൂലിന്. റസൂലൻ മിൻ അൻഫുസിൻ രണ്ടർത്ഥം കൊടുത്തത്. ഒന്ന് അവരുടെ നസബിൽപ്പെട്ട റസൂല്, അല്ലെങ്കിൽ അവരുടെ ജിൻസിൽപ്പെട്ട റസൂല്. ആ റസൂൽ തന്നെ അറബിയൻ, അറബി ഭാഷ സംസാരിക്കുന്നവരാണ് മിസ്ലഹും. അപ്പോൾ മിസ്ലിയത്ത് അവിടത്തേക്കാണ് പോയത്. അതിനാൽ യുഫഖഹു കലാമഹു ബിസുഹൂലത്തിൻ, എന്നാലല്ലേ അറബികളായവർക്ക് അറബിയുടെ ഭാഷയിൽ തിരിയാൻ എളുപ്പം. അറബികളോട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞോളുന്നില്ലല്ലോ. വയക്കൂനു വാഖിഫീന അലാ ഹാലിഹി, തങ്ങളെ ഹാലിൻ്റെ മേൽ ശരിക്കും അറിഞ്ഞവരാകാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച ആളാണ്, നമുക്ക് നല്ലപോലെ അറിയാം. യരിഫു അബാഹു വ ഉമ്മഹു വതഹഖഖൂന നസീബതഹു ലിമൻ അമ്മഹു. അജ്ഞാതമായ ഒരാളല്ല, നേരത്തെ എന്താക്കി തങ്ങളെപ്പറ്റി എല്ലാവർക്കും എല്ലാ അബുല മുതൽ ആഖിറ വരെ അറിയാൻ കഴിയും. അതാ എന്താണ് ഹാലി ഫിസ്സുദ്ഖി വൽ അമാനത്തി. സിദ്ക്കിലും അമാനത്തിലും ബാക്കി വിഷയങ്ങളുണ്ട്. പക്ഷേ ദീനിൻ്റെ ഏറ്റവും ഭാഗം കിടക്കുന്നവിടെ സിദ്ക്കിലും അമാനത്തിലാണ്. എന്നിട്ടോ മുഫ്തഖിരീന ബിഹി, തങ്ങളെ കൊണ്ട് അവർ പകരം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് സിദ്ക്കിലും അമാനത്തിലും മേലെ കടയിലുള്ള ഒരാൾ എന്നതൊക്കെ അവർക്ക് ഫഖ്ർ പറയാൻ കഴിയും. വഫീ ദാലിക ശറഫുൻ അലീമുൻ ലഹും, അപ്പോൾ അവർക്ക് വലിയൊരു ഷറഫ് കിട്ടി തങ്ങൾ മുഖേന. ഖാല അല്ലാഹു തആല വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കും നല്ലൊരു പേരും പ്രശസ്തിയുമാണ്, നിങ്ങളെ കൗമിനും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മിൻ അൻഫുസിഹിം എന്ന ഖിറാഅത്തുണ്ട്. ഇത് അൻഫുസിഹിം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹദീസിൽ തന്നെ കൊടുത്തില്ലേ, വഹുവ മിൻ അശ്റഫിഹിം വ അൻഫുസിഹിം യഅരിഫൂന അബാഹു വ ഉമ്മഹു വയതഹഖഖൂന നസീഹതഹു ലിമൻ അമ്മർ ഫഅല്ലമ ജാഹിലഹും വയഖല ദാഹിലഹും. ജാഹിലിനെ പഠിപ്പിച്ച് ഇനി ഗഫലത്തിൽ ജീവിക്കുന്ന ആളെന്താക്കി തട്ടി നിർത്തി. ആളെ പഠിപ്പിക്കേണ്ടിയില്ല. അൻഫുസിഹിം ഐ അശ്റഫിഹിം എന്നായി. അവരെ കൂട്ടം എല്ലാവരേക്കാളും ഷറഫുടയവർ എന്നാണ് ഇവിടെ അർത്ഥം കിട്ടിയത്. അംഫുസ് എന്ന് പറയാം, അംഫ വാക്ക് ഫത്തഹ്. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിൻ അശ്റഫി ഖബായിലുൽ അറബി, ഖബായിലുൽ അറബിൽ ഏറ്റവും അഷ്റഫായ കബീലയിലാണ് തങ്ങൾ ഉള്ളത്. ബനു ഹാഷിമല്ലേ അറബികളെ കബീലയിൽ ഏറ്റവും വലിയ കബീല ഏതാണ്? ബനു ഹാഷിം. അതിൽ തന്നെ ബനു ഫലാൻ കുറേ ശാഖകളുണ്ട്. ആ ബുത്തൂനിഹ, ആ കബായിലിൻ്റെ ശാഖക്കാണ് ബുത്തൂൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഖുറൈശിയിലെ ബനി ഹാഷിം ആദ്യം ഖുറൈശി വലുതായി. ഏത് അത് വ്യത്യാസം ഉണ്ടാവും. വംശം ഖുറൈശിയിലെ ഹാഷിമി, അതായത് ഖുറൈശി എന്നുള്ളത് ഒരു വിഭാഗം. ആ ഖുറൈശിൽ തന്നെ ഒരുപാടുണ്ട്. അതിൽ ബനു ഹാഷിം അതിൻ്റെ ഒരു ശാഖ. പിന്നെ അതിനേക്കാണ് അഖസായ ശാഖ പറയാനില്ല. ഹാഷിമിൻ്റെ മകൻ ആര്? മകൻ അബ്ദുല്ലാഹി, മകൻ സയ്യിദിന സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ആ റസൂൽ എന്തൊക്കെ പണിയെടുക്കും? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയാത്ത് അവരുടെ മേൽ ഓതി കേൾപ്പിക്കും. അയിൽ ഖുർആൻ. അപ്പം ബഅദമാ കാനൂ ജുഹാലൻ, അവർ ജാഹിലികളായിരുന്നു ആദ്യം. ലം യസ്മഉൽ വഹയ്യ, വഹയ്യ എന്നുള്ളത് കേട്ടിട്ടേ ഇല്ല. ഇനി രണ്ട്, യുസക്കീഹിം ഐ യുതഹിറുഹും ബിൻ ദനസി തിബാഇ, തിബാഇൻ്റെ കച്ചറുണ്ടല്ലോ, മനുഷ്യൻ്റെ പ്രകൃതിയിലൊരു കച്ചറ. മാത്രമല്ല സൂഇൽ അഖായിദ് വൽ അഅമാൽ, അഖീദ മോശം, ഇതല്ലോ അവഹാമങ്ങൾക്കും ഖയാലാത്തും വിശ്വസിച്ച് വെച്ച് അങ്ങനെ പ്രവർത്തനങ്ങളും. വൽ ഔലാറുൽ ഔസാർ, ഔലാർ എന്ന് പറഞ്ഞാലും അതന്നെ ദോഷഭാരം, ദോഷങ്ങളുടെ മാലിന്യങ്ങൾ, അതിനെ തൊട്ടെല്ലാം എന്താക്കും? ശുദ്ധീകരിക്കും. അപ്പോൾ അഖീദ നന്നാക്കി കൊടുക്കും, അഅമാൽ നന്നാക്കി കൊടുക്കും, ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കും. ഇനി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബിനെയും ഹിക്മത്തിനെയും പഠിപ്പിക്കും. ഏതാ? കിതാബൽ ഖുർആൻ, ഹിക്മത്തോ അസ്സുന്ന, രണ്ടും പഠിപ്പിക്കും. ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. വഇൻ കാനൂ മിൻ ഖബ്ലു, അതാ വഇൻ കാനൂ ഖബ്ലു എന്ന് പറഞ്ഞപ്പോൾ ഒരു മുളാഫുൻ ഇലൈഹി അവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബ്ലു എന്നുണ്ടെങ്കിൽ നന്നാക്കി നിർത്തിയത്. അല്ല ബഷീർ ഉസ്താദേ, മിൻ ഖബ്ലി ബിഇസതിഹി, തങ്ങളെ ഈ നാട്ടിലേക്ക് അയക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ. അല്ലെങ്കിലോ ഖബ്ലുവിന് മുളാഫുൻ ഇലൈഹി ബിഇസത്താ കൂട്ടിക്കൊടുത്തത്. അല്ലെങ്കിലോ വ തസ്കിയതിഹി വ തഅലീമിഹി, തങ്ങളുടെ തസ്കിയത്തിൻ്റെയും തഅലീമിൻ്റെയും മുമ്പതാവും പറയാം. അപ്പോൾ ഒന്നുകിൽ ബൈസത്തിലേക്ക് കൊടുക്കണം, അല്ലെങ്കിലോ തസ്കിയത്തും തഅലീമിൻ്റെ മുമ്പിൽ. ലഫീ ളലാലിൻ മുബീൻ ഐ ബയ്യിനിൻ ലാ റൈബ ഫീ കൗനിഹി ളലാലൻ, ളലാലാണെന്ന് തർക്കമറ്റ വിഷയമാണ് അവർ മുമ്പ് കഴിഞ്ഞുകൂടിയിരുന്നത്. അതാ വഇൻ എന്നുള്ളത് ഹിയൽ മുഖഫത്തു മിന സഖീല, സഖീലായ ഇന്നുണ്ടല്ലോ അതിൽ നിന്ന് തഖ്ഫീഫാക്കിയതാണ്. അപ്പോൾ വലമീറു ഷഅരി മഹദൂഫുൻ, അപ്പോൾ ഷഅരിൻ്റെ ലമീർ മഹദൂഫാണ്. ഇന്നഹു അതാ വല്ലാമു ഫാരിഖത്തുൻ ബൈനഹു ബൈനൻ നാഫിയ, ഇൻ എന്നുള്ളത് നഫിക്ക് വേണ്ടി വരും. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, എന്ന് ഏതാണ്? നാഫിയ. അതുകൊണ്ടാണല്ലേ ഇല്ലാ തക്ദിബൂൻ ഇല്ലായിട്ട് ഡിസ്കഷൻ ചെയ്തത്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, അപ്പോൾ ചിലതെന്താക്കും? ഇന്ന് അത് ഏത്? നാഫി നാഫി നഫി, പിന്നെ ഷർത്തിനും വരും. ഇൻജാക്കും ഷർത്തിന് വരും. ഇത് അതല്ല, ഷഗിനിൻ്റെ ലമീർ കളഞ്ഞ, അപ്പോൾ ഇന്നഹു എന്ന് പറഞ്ഞ സ്ഥാനത്തായി. കാര്യം അവർ ദലാൽ മൊബൈലിലായിരുന്നു. വഅലം അന്നല്ലാഹ തആല അർസല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അഖ്വാമിൻ ഉതാത്തിൻ അശ്റാസിൻ, ഏറ്റവും സ്വഭാവദൂഷ്യമുള്ള ഏറ്റവും മർക്കട മുഷ്ടിയുള്ള ഒരു കൗമിലേക്കാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല അയച്ചു കൊടുത്തത്. ഫദല്ലല മിൻഹും, അതിൽ നിന്ന് തങ്ങൾക്ക് എന്താക്കി? വെളിപ്പെടുത്തി കൊടുത്ത്. കുല്ലമൻ അതാ വഅസ്, കുരുത്തക്കേട് കാട്ടുന്ന, വളരെ കുലുമാല കാട്ടുന്ന ആളുകളെ അല്ലാഹു തആല വെളിപ്പെടുത്തി എന്താക്കി? വെളിപ്പെടുത്തി. വനക്കസ ബി മൗലിദിഹിൽ അസ്നാമ, തങ്ങളെ ജനനത്തോടുകൂടി അസ്നാമിനെല്ലാം തലകുത്തി വീഴ്ത്തി. വൻഷക്ക ഈബാനു, കിസ്റാൻ്റെ കൊട്ടാരം തകർക്കനവും പഠിച്ചതാണ്. ഫഹമദത്ത് നാറു ഫാരിസ്, പേർഷ്യാക്കൾ ആരാധിച്ചു വന്ന തീ കെട്ട്. വഖ്താറ മൗലാഹു വഖദ്ദമഹു അലൽ ഖൽഖ്, ഫഖ്താറഹു മൗലാഹു, മൗല എന്താക്കി? അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ മുഖ്താറാക്കിയിട്ടുണ്ട്, ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുമുണ്ട്. അലൽ ഖൽഖി, എല്ലാ പടപ്പുളേക്കാളും. അപ്പോൾ ഇതുപോലെ ഈ ബിമൻസിലത്തിൽ ലൈന് മിനർ റഅസ്, തലയിലുള്ള കണ്ണിൻ്റെ സ്ഥാനത്തായി. കണ്ണിലുണ്ട്, തലയിലുണ്ട് പല അവയവങ്ങൾ, അത് കണ്ണിൻ്റെ പ്രാധാന്യം പോലെയാക്കി. ഫഹുവ റഹ്മത്തുൻ ആമ്മത്തുൻ ലിൽ അനാം, സകല സൃഷ്ടികൾക്കും റഹ്മത്തുൻ ആമ്മാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലഹു ഖതറുൻ ജലീലുൻ ഇൻദൽ ഖവാസി വൽ അവാം, പ്രത്യേകക്കാരായാലും പൊതുവാളായാലും
തങ്ങൾക്ക് പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷണമുണ്ട്. വലഹ ഖത്ബുൻ ബിഹി വലമ്മ ഖതബ ബിഹി അബൂ താലിബ് ഫി തസ്ബീജ് ഖദീജത റളിയല്ലാഹു അൻഹ. ഖദീജ ബീബിയെ മകനിക്കേണ്ട ആ കിതാബ് ആലോചന വന്നല്ലോ. ആലോചന വന്നപ്പോൾ വഖദ് ഹദറ മഅഹു ബനൂ ഹാഷിം, ബനൂ ഹാഷിം ഗോത്രക്കാർ അവിടെ ഹാജരായിരുന്നു. മുളർ ഗോത്രക്കാരുടെ റുഅസാവും, അത് മുളറാര് മേലെളുപ്പാപ്പ അവർ മംഗളത്തിന് പങ്കെടുക്കാൻ. അപ്പോൾ അത് അബൂ താലിബാണ് ഖുതുബ, നിക്കാഹിൻ്റെ ഖുതുബ. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യത്തി ഇബ്രാഹീം وزرع إسماعيل وعنصر مضر وجعلنا حضنة بيته وخدام حرمه وجعل لنا بيتا معظما وحرما آمنا وجعلنا الحكام على الناس. ഖുതുബ കണ്ടില്ലേ, നിക്കാഹിൻ്റെ ഖുതുബ. എന്താ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുർരിയ്യത്ത് ആ കൊണ്ട് നമ്മളെയാക്കി. ഇസ്മായിൽ അലൈഹി സ്വലാമാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മറ്റു മക്കളിൽ നിന്ന് ഇസ്മായിൽ അലൈഹി സ്വലാമിനെ തിരഞ്ഞെടുത്തത്, അവിടത്തേക്ക് കൊണ്ടുപോയി. അത് അവിടുന്ന് ഇങ്ങോട്ട് വന്ന മുളർ ഇല്യാസഫമ്മ മുളറും. എന്നിട്ടോ അള്ളാഹുവിൻ്റെ കാബത്തിനെ കാവൽക്കാരാക്കി അതിനെ പോറ്റി വളർത്തുന്ന ആളാക്കി നമ്മളെ മാറ്റി. മറ്റേ അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. അവർ ഹറമിൻ്റെ ഖാദിമീങ്ങളാക്കി. നമ്മൾക്ക് ആദരിക്കപ്പെടുന്ന ഒരു ബൈത്തിനെ അള്ളാഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാബ. അപ്പോൾ ഹറമൻ ആമിനൻ, ആര് കയറിയാലും നിർഭയമാകുന്ന ഹറമിനുണ്ടാക്കി. ജനങ്ങളെ മേലിലുള്ള മേലധികാരികളാക്കി. ഇതൊക്കെ ഖുറൈശികൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത എന്താ പറഞ്ഞത്. എന്നിട്ടോ അടുത്ത് പറയാം, വിഷയത്തിലേക്ക് കടക്കും. സുമ്മ ഇബ്ന അഖീ ഹാദ, എൻ്റെ അനുജൻ്റെ മോനാണ്. അന്നുപ്പില്ലല്ലോ. അബൂ താലിബ പറഞ്ഞ എൻ്റെ അനുജൻ്റെ മോനാണ് മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൂസുന ബിഹി ഫതം മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനടുത്ത് തൂക്ക്, തങ്ങളിൽ വെച്ചിട്ട് തൂക്കിയ ഇല്ലാ റജഹ ബിഹി, എല്ലാ കാര്യത്തിലും മികച്ചിരിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞാണ്ടില്ലേ. വഹുവ വല്ലാഹി ബഅദ ഹാദാ ലഹു നബഉൻ അലീം. ഇനി കുറച്ചങ്ങോട്ട് ഇങ്ങോട്ടെ. ഇപ്പം മംഗളത്തിൻ്റെ അവസരത്തിൽ ബൈസത്ത് കിട്ടിയിട്ടില്ലല്ലോ, വയസ്സ് 25 കുറച്ച് നാളെ കഴിഞ്ഞിട്ട് കാണാം. ഇവർക്ക് നബഉൻ അലീമുണ്ട്, ഖത്തറുൻ ജലീലും കാണാൻ കഴിയുമെന്ന്. അപ്പോൾ അബൂ താലിബിന് കാര്യം നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂ താലിബിനെ പറ്റി ചർച്ചയ്ക്ക് എടുക്കേ വേണ്ട, റസൂലുള്ളാഹിനോട് കൂടി വിട്ടേ എന്നാണ് എല്ലാ കിതാബിലും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചർച്ചയ്ക്ക് എടുത്തിട്ട് ഭാര്യയിലുണ്ട. നമ്മൾ ഇതിൽ വരും, നമ്മളെ അസീറയിൽ വരും. അത് ഓരോരുത്തരെ ചർച്ചയ്ക്ക് എടുക്കും. ആരൊക്കെ? 4 സ്ത്രീകളെയും 3 പുരുഷന്മാരെയും. ഇത് 4 സ്ത്രീകൾ. 1 ആമിന ബീബി, 2 ഖൈബത്തുൽ അസ്ലമിയ മല കൊടുത്തില്ലേ, 3 അടുത്ത മല കൊടുത്തത് ഹലീമ ബീബി, പിന്നെ ഉമ്മു ഐമൻ 4. അപ്പോൾ ഉമ്മു ഐമനെ പറ്റിയിട്ടും ഹലീമ ബീബിനെ പറ്റിയിട്ടും ഖിലാഫേ ഇല്ല. ഒരു സാഹിബികളാണെന്ന് ഇതല്ലേ. ഹലീമ ബീബി വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റദ്ദതിൽ കിതാബ് വരെ ഉണ്ടാക്കി നമ്മൾ ഇന്നലെ ഓതിക്കഴിഞ്ഞു. ഈ ഓതി നീലെ കുടിക്കട്ടെ അപ്പുറത്തേക്ക് വിട്ട ഓത്തോണ്ട് കാര്യമില്ല. ഓട്ടയിലെ വെള്ളം എന്ന് കുറച്ചാൽ ഒറ്റ തുള്ളി വെള്ളം കടൽമൊന്നും കിട്ടൂല. അതെ. പിന്നെ ചർച്ച പിന്നീട് ഖൈബത്തുൽ അസ്ലമിനെ പറ്റി ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നാണ് മലകുടി ബാബിലെ ആദ്യം. അപ്പം 3 ആൾ പോയി. പിന്നാലെ ബാക്കിയുള്ളൂ ആമിന ബീവിയെ പറ്റി ഒരു ചർച്ച ചെയ്യുന്നു. 3 പുരുഷന്മാരാരാന്ന്? അബ്ദുല്ലാഹി, പിന്നെ അബ്ദുൽ മുത്തലിബ്, മൂത്തബ് അബൂ താലിബ്. അവരെ പറ്റി ചർച്ച ചെയ്യും. അത് നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. പക്ഷെ ആ കോലത്തിലല്ല ചർച്ച. നമുക്കെന്താ വേഗം തിരിയാൻ വേണ്ടിയിട്ട് ഞാനുണ്ടാക്കുക തർത്തീബാണ്. അല്ലെങ്കിൽ വിഷയങ്ങളിങ്ങനെ കൺഫ്യൂഷനാവും. തർത്തീബിലല്ല കിതാബിൽ പറയാം. അപ്പം 4 പെണ്ണുങ്ങളും 3 ആണുങ്ങളും നമുക്ക് ചർച്ചാ വിധേയമാക്കണം. അതിലെന്താക്കും? സഹാബിയായിരുന്നു എന്ന് മുത്തഫഖുൻ അലൈഹി ഉണ്ട്. മറ്റുള്ളവരെ പറ്റി ദലീൽ വെച്ചിട്ട് ചർച്ച ചെയ്യണമെന്ന്. അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് മൂപ്പർ തീർത്ത് പറഞ്ഞു വരുന്നു. എത്രയോ കറാമത്ത് ധരിക്കുന്നുണ്ട്. അതാണ് തീർന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകളായി പറഞ്ഞിടത്തോളം أَوَلَمَّا أَصَابَتْكُم مُّصِيبَةٌ قَدْ أَصَبْتُم مِّثْلَيْهَا
قلتم أن هذا قل هو من عند أنفسكم إن الله على كل شيء قدير. നിങ്ങൾക്ക് ഒരു മുസീബത്ത് സംഭവിച്ച് അതിൻ്റെ ഇരട്ടിയും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ലമ്മാൻ്റെ ജവാബ് വരണ്ടേ? കുൽത്തും നിങ്ങൾ പറഞ്ഞു അന്നാഹാദ ഇതെങ്ങനെ സംഭവിച്ചു, ഇത് എവിടെയാണ് ഇതിൻ്റെ അബദ്ധം? അൽ മുറാദു ബിഹ മാ അസാബഹു യൗമ വഹദിൻ. ഈ മുസീബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? യൗമ വഹദിലാണ്. ചെറിയൊരു പരാജയം വന്നില്ലേ? മിൻ ഖത്ൽ സബഈന മിൻഹും, സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് 70 മഹാന്മാരായ ശുഹദാക്കളായി അല്ലേ? വബി മിസ്ലൈഹ മാ അസാബൽ മുശ്രിക്കീന യൗമ ബദ്രിൻ. അതാ ഏത് മിസ്ലൈഹ? ഖദ് അസബത്തും മിസ്ലൈഹ, ഇപ്പം സംഭവിച്ചതിൻ്റെ ഇരട്ടി. 2 മിസ്ല എന്ന് പറയുമ്പോൾ ഇരട്ടിയല്ലേ? അതേതാ? ബദറിൻ്റെ ദിവസത്തിൽ 70 നിങ്ങൾ മറുവശത്തുനിന്ന് വന്നിട്ടുണ്ട്. അതാ വാസറാം സബഈന 70 അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പം മിസ്ലൈഹയില്ലേ 70 വൽ മഅന അഹീന അസാബക്കും മിനൽ മുശ്രിക്കീന നിസ്ഫു മാ അസാബഹും മിൻകും ഖബല ദാലിക്. മുമ്പ് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്ന് ഇരട്ടി നിങ്ങൾ നേടി. 70 അറസ്റ്റ് ചെയ്ത് മറുവശത്തു നിന്ന് അന്ന് ഈ 70 ഷഹീദാവാൻ കാരണമായതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേട്ടം, മുഅ്മിനീങ്ങൾക്ക് നേട്ടം. ഖബല ജസഅത്തും, നിങ്ങൾ ഇപ്പോൾ ഇത് പൊറുതികേട് കാട്ടുകയാണോ? ഇതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് അപ്പുറത്തും മറുവശത്തും നേടിയില്ലേ? ബദറിൽ നിന്ന് 140 കിട്ടിയത് പിടിച്ചു. എന്നിട്ടോ നിങ്ങൾ ഇപ്പം പൊറുതികേട് കാട്ടിയിട്ട് വക്കൽത്തും മിൻ അയിന അസാബന ഹാദാ, ഈ പരാജയം എവിടുന്ന് വന്നു എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത്. അപ്പം വൽ ഹംസത്തു ലിത്തക്ദീരി വത്തക്ദീഇ അലാ ഖൗലിഹിം. ഈ ഹംസ ഇത് അബലമ്മ എന്ന് പറഞ്ഞാൽ ആ തുടങ്ങിയില്ലേ? ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാനുള്ള ചോദ്യമല്ല, ഇത് പറയണ്ട. ഇരട്ടി നേട്ടം നിങ്ങൾക്കാ ഉള്ളത്. അതുപോലെ എന്താണ് മിൻ ഐന ഹാദിഹിൽ മഗ്ലൂബിയ്യത്തു, ഈ മഗ്ലൂബിയ്യത്ത് എവിടുന്ന് വന്നു? ലിൽ മുശ്രിക്കീൻ. ഫകൈഫ സാറൂ മൻസൂരീന അലൈന, ഇപ്പോഴെന്തായെന്നറിയോ? നമ്മളെക്കാൾ അവർ മൻസൂരീങ്ങളായി മാറിയിട്ടുണ്ട്. മാ ശിർക്കിഹിം വകുഫ്രിഹിം ബില്ലാ, അവരാണെങ്കിലോ ശിർക്കും കുഫറും ചെയ്തവരാണ് താനും. എന്നിട്ട് അവർക്ക് ഇരട്ടി ലാഭം കിട്ടുക. അത് ചോദിക്കുന്നത് ബദറിൽ നിങ്ങൾ അതിൻ്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ടല്ലോ. വനഹനു നൻസുറു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വദീനൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അതുപോലെ ദീനുൽ ഇസ്ലാമിനെയും നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പം വഹുവ ഇസ്തിഫ്ഹാമുൻ അലാ സബീലിൽ ഇൻകാർ, ഇൻകാറിൻ്റെ രൂപത്തിലുള്ള ഇസ്തിഫ്ഹാമാണ്. ഫഅമറല്ലാഹു തആല റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചു ബിഅൻ യുജീബ അൻ സുആലിഹിമുൽ ഫാസിദ്, ഈ സുആലിനെതിരെ മറുപടി കൊടുക്കാൻ. ചോദിക്കുന്ന എന്താണ്? നമ്മുടെ അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളാണ്, എന്നിട്ടോ മുശ്രിക്കീങ്ങൾ ജയിക്കുകയും ചെയ്തു. ഇതെന്താ ഇങ്ങനെ? ഫഖാല, അപ്പം മറുപടി എന്താണ്? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, നിങ്ങളെ കാരണത്താൽ അതിനുണ്ടായതാണ്. മലമ്മ നിൽക്കണം, തൊടാൻ നീങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? എന്തിനാ സ്ഥലം വിട്ടു? ഇന്നിന്ത്യ അൻഫുസിക്കും ഐ ഹാദൽ നിസാമു ഇന്നമാ ഹസന ബിശുഅമി അസ്യാനിക്കും, പറഞ്ഞതുപോലെ കേൾക്കാത്ത കൊണ്ടുള്ള ഷുഅമ് കൊണ്ടാണ് സംഭവിച്ചത്. ഒരു കാരണം പറയില്ലേ? ഹൈസു ഖാലഫ്തുമുൽ അംറ, തങ്ങളുടെ കൽപ്പനക്ക് നിങ്ങൾ മുഖാലഫത്താക്കി ബിതർക്കിൽ മർക്കസ്, ആ കേന്ദ്രത്തിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ശാസ്ത്രങ്ങൾ തോറ്റോടിയല്ല. എന്തിനാ ഇതൊന്നും ഇജ്തിഹാദിൽ പെടാന്ന് വെച്ചാലും പണ്ട് ബാപ്പുലാർക്കാനാണ് പൊന്നിൻ്റെ സൂചി കൊണ്ട് കുത്തിയാലും വേദനിക്കും എന്ന് പറഞ്ഞില്ലേ? പൊന്നിൻ്റെ സൂചി കൊണ്ട് ഒരാൾ മെത്ത് കുത്തിയാലും വേദനിക്കുമല്ലോ. മറവിയാൽ കുത്തിപ്പോയി എന്നാലും വേദനിക്കൂലേ? ഇവർക്ക് ശിക്ഷയില്ല, ഇതോട് ചോദ്യം ചെയ്യാൻ പറ്റൂല. അവലൊക്കെ തഫല്ലാഹു എനിക്ക് അപ്പുറം പറഞ്ഞു കഴിഞ്ഞു. അല്ല മാപ്പാക്കി തന്നെ, പിന്നെ എന്നോട് കൊടുത്താൻ അധികാരമില്ല. വൽ ഹർസൽ ഗനീമ, ഗനീമത്തിനോട് ആഗ്രഹിച്ചില്ലേ? അപ്പം നിങ്ങളെ മിൻ എന്ത് അൻഫുസിഹിന്ന, അപ്പം നിങ്ങളെ മക്കൾ നിന്നുള്ള ഒരു കാരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അല്ലാഹു തആല കഴിവുള്ളവനാണ്. വമിൻ ജംലത്തിഹിൻ നസ്റു ഇൻദ ത്വാഅതി,
ത്വാഅത്ത് ചെയ്യുന്ന അവസരത്തിൽ അള്ളാഹിന്റെ സഹായം കിട്ടൽ അക്കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ട്. വൽ ഖിദ്ലാനു ഇൻദൽ മുഖാലഫത്ത് വരുന്ന അവസരത്തിൽ എന്തുണ്ട്? സഹായം പിൻവലിക്കലും ഉണ്ടാകും. ഇനി പറയുന്നു വമാ അസ്വാബകും യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹ്. ആ രണ്ട് സംഘം ഒരുമിച്ച് കൂടിയ ദിവസം ഏതാ സംഭവം? അത് ജമാക്കും ജമഅൽ മുശ്രിക്കീൻ. ജംആനിയത് ഒന്ന് നിങ്ങളുടെ ജംഅ്, മറ്റൊന്ന് മുശ്രിക്കീങ്ങളുടെ ജംഅ്. ഏതാണ് ആ യൗമ്? ജോലി ചെയ്ത് യൗമ ഉഹദിൻ, ഉഹദിൻ്റെ ദിവസമാണ് യൗമ കൊണ്ട് ഉദ്ദേശം. ജംആനിയത് ഒന്ന് മുസ്ലിമീങ്ങൾ, മറ്റൊന്ന് കുഫാരിങ്ങൾ. ഫബി ഇതിനില്ല, അത് അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം തന്നെയാണ്. അപ്പം നിങ്ങളെ കാരണമുണ്ടായാലും അള്ളാഹിൻ്റെ ഇതിന് വരാത്ത കാലത്തോളം സംഭവിക്കൂല. അങ്ങനല്ലേ? അപ്പം കാരണത്തിലേക്ക് ചേർത്തിട്ട് ചിലപ്പം പറയും. അപ്പം ഫഹുവ അത് കായിനം ബി ഖളാഇഹി, കണ്ടാ, അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ട് സംഭവിക്കുന്നതാണ്. വതഖ്ലിയത്തുൽ കുഫാർ സമ്മാഹ ഇദ്നൻ ലിഅന്നഹ മിൻ ലവാസിമിഹി. ഇത് ഈ സംഭവിച്ച കാര്യമുണ്ടല്ലോ, ആ തഖ്ലിയത്ത് കുഫാറുകൾ അയച്ചു വിട്ടത്, അതിന് ഇതിനെന്ന് പറഞ്ഞാൽ അള്ളാഹ് സമ്മതം കൊണ്ട് ഇതിനെന്നല്ലേ അത് പേരെടുത്ത് ലിഅന്നഹ മിൻ ലവാസിമിഹി, അള്ളാഹിൻ്റെ ഇതിനെ ലാസിമായി വന്നതാണ്. അപ്പം ലാസിമിന് എന്താക്കി? ഖളാ വരുവാൻ ഇതിനെന്ന്. ഇനി ഒരു കാരണം, അപ്പം ഹഖീഖ തൗഹീദിലേക്ക് മറിച്ചു. ആദ്യം ലാഹിർ നോക്കിയിട്ട് എന്താക്കി? നിങ്ങളെ പക്കന്ന് ചില കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു. പക്ഷേ അത് മാത്രം തഹ്സീലില്ല, ഹഖീഖത്തിലേക്ക് പോയി. വലിയഅലമൽ മുഅ്മിനീൻ വലിയഅലമല്ലദീന നാഫഖൂ. മുഅ്മിനീങ്ങളെയും ഒന്നറിയണം, മുനാഫിഖീങ്ങളായവരെയും ഒന്നറിയണം, ഒന്ന് വേർതിരിക്കണം. ആരാണ് ഇവിടെ മുനാഫിക്ക്, ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നുണ്ടാക്കുന്നത് വേർതിരിക്കണം. അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടല്ല, അതിൻ്റെ മുആമല എന്നാണ് കൊണ്ട് പറഞ്ഞത്. അതാ വലിയതമയ്യസൽ മുഅ്മിനൂന വൽ മുനാഫിഖൂൻ. മുഅ്മിനീങ്ങളും മുനാഫിഖീങ്ങളും ഒന്ന് വേർവിടും. ഏതൊക്കെ മുഅ്മിനിലേക്ക്? വലിയഅലമൽ മുഅ്മിനീന വൽ മുനാഫിഖീന വൽ മുനാഫിഖൂന ഫയദ്ഹറു ഈമാനു ഹൗലായി. അപ്പോൾ ഒന്നാമത് പറഞ്ഞവരുടെ ഈമാനും വെളിപ്പെടും. വകുഫ്റു ഹൗലായി, രണ്ടാമത് പറഞ്ഞ നാഫക്കുണ്ടല്ലോ അതും വെളിപ്പെടും. പിന്നെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എല്ലാം പറഞ്ഞില്ലേ, നാമ പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കായിട്ടല്ലേ ഇതെല്ലാം പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ കൂടിയെങ്കിലൊക്കെ സഹിക്കണം. അതെന്നെ പറഞ്ഞിട്ടില്ല, മദീനക്ക് പുറത്തു പോകണ്ട, വന്നാൽ നോക്കാമെന്നല്ലേ പറഞ്ഞു. വഖീല ലഹും, അവരോട് പറയപ്പെട്ട്, ആരോട്? അത്ഫുനല നാഫഖൂ, നാഫഖൂനെ വളർത്ത് വന്നു. വഖീല ലഹും മുനാഫിഖിൻ്റെ ദാഖിലുൻ മഅഹു ഫീ ഹാദിഹി സിലതി വഹും അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ. പിന്നെ ആരാണ്? അസ്ഹാബു. ഹൈസുൻ സറഫു യൗമ ഉഹദിൻ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ വിട്ടിട്ട് അവർ പിരിഞ്ഞുപോയി. ഫഖാല ലഹും അബ്ദുല്ലാഹ് ബിൻ ഹറാം പറഞ്ഞു, ഉദക്കിറുക്കുമുല്ലാഹ്, അള്ളാഹിനെ പിടിച്ച് ഞാൻ നിങ്ങളോട് താക്കീത് പറയുന്നു. അൻതഖ്ദലു നബിയക്കും വഖൗമക്കും, നബിയിനെ സഹായം പിൻവലിക്കുക, പിന്തുണ ഒഴിവാക്കുക, അള്ളാഹിനെ സൂക്ഷിച്ചെടുക്കേണ്ട പണിയാണോ. വദഅഹും ഇലൽ ഖിതാൽ, ഖിതാലിലേക്ക് വാ എന്ന് പറഞ്ഞു. ആര് പോയിട്ട്? അബ്ദുല്ലാഹ് ബിൻ ഹറാം. വദാലിക ഖൗലുഹു തആല, തആലൗ ഖാതിലു ഫീ സബീലില്ലാഹി അവ ഇദ്ഫഉ എന്നവരോട്. വഖീല ലഹും, അവരോട് പറയപ്പെട്ട ആ മഖൂലുണ്ടല്ലോ, ആ മഖൂലാണിത്. തആലൗ ഖാതിലു ഫീ സബീലില്ലാഹ്, നിങ്ങൾ ഇങ്ങോട്ട് വാ. 300 ആൾ പിരിഞ്ഞു പോയില്ലേ, ഇങ്ങോട്ട് വാ, റസൂലിനെ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് യുദ്ധം ചെയ്, അല്ലെങ്കിലോ ശത്രുക്കൾ തടുക്കെങ്കിലും ചെയ്യും, യുദ്ധത്തിനില്ലെങ്കിൽ. അതാ ഇദ്ഫഉ എന്ന് പറഞ്ഞാൽ അൽ അദുവ, അതുവിനെ തടുക്കുക. ഇദ്ഫഉവിൻ്റെ മഫ്ഊലോടെ പറഞ്ഞിട്ടില്ല, ഇദ്ഫഉനെ പറഞ്ഞിട്ടുള്ളൂ. ആരെ തടുക്കണം? ശത്രുക്കളെ തടുക്കണം. അതെങ്ങനെയാ? ബി തക്സീർ സവാദിന, അംഗസംഖ്യ വർദ്ധിപ്പിക്കലുകൊണ്ട്. നിങ്ങൾ യുദ്ധമൊന്നും ചെയ്യണ്ട, അംഗസംഖ്യയായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിക്കോ. ഇല്ലം തുഖാതിലു മഅന, നമ്മളോട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഒന്നിക്ക് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിലോ എണ്ണം വർദ്ധിപ്പിച്ച് ശത്രുക്കളാ. ഫഇന്ന കസറത്ത സവാദി, അംഗസംഖ്യ വർദ്ധിക്കുക എന്നുള്ളത് മിമ യുറബ്ബിഉൽ അദുവ, അതുവിനെ പേടിപ്പിക്കാൻ പറ്റുമല്ലോ. വയക്സിറു ഷൗക്കത്തഹു, അവരെ ധീരതന ഒന്ന് തളർത്താനും പറ്റും. രണ്ടാലൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഖാലു, ഈ മുനാഫിക്ക് പറഞ്ഞെന്താണെന്നറിയോ?
ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും എന്നാ പറഞ്ഞത്. ഹീന ഖുയ്യിറു ബൈനൽ ഖസ്ലത്തൈനിൽ മദ്കൂറത്തൈൻ. അതാ രണ്ട് ഖസ്ലത്ത്. ഫഅലു ഖാതിലു ഫീ സബീലില്ലാഹി, ഒരു ചോയ്സ്. അബിദ്ഫഉ, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ രണ്ട് ഖസ്ലത്തിനൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോ യുദ്ധം അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കൂടുമായിരുന്നല്ലോ. ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും എന്നാണ് അവർ പറഞ്ഞ മറുപടി. ഖാലൂന്റെ മഖൂല് ഔ ലൗ നഅലമു മാ യസ്ഹു അൻ യുസമ്മാ ഖിതാലൻ, ഖിതാൽ എന്ന് പറയപ്പെടാവുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ ലത്തബഅനാകും ഫീ, ആ വിഷയത്തെ നമ്മൾ പിൻപറ്റുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ലാകിൻ മാ അൻതും അലൈഹി ലൈസ ബി ഖിതാലിൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖിതാലേ അല്ല എന്നാണ് അവൻ്റെ ഭാഷ. ചെയ്യുന്നിട്ടില്ലേ? എന്താണ് ഇത്? ആത്മഹത്യ എന്ന് പറയണമെന്നാണ് അവൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് പോണ്ട, അത് അവഗണിച്ചിട്ട് പോയില്ലേ? അപ്പം നിങ്ങൾ സ്വന്തം ഹലാക്കിലേക്ക് ചെന്ന് വീണ ആത്മഹത്യയാണെന്ന് അതിന് പറയേണ്ടതെന്നാണ് ആര് പറയുന്നത്? ഉബയ്യബിന്, അബ്ദുല്ലാഹിബിൻ ഉബയ്യ പറഞ്ഞത്. നീ കൂടിന്ന് അപ്പം ലാക്കിൻ മാത്തും അലൈഹി ലൈസ ബി ഖിതാലിൻ ബൽ ഇൽഖാഉ നഫ്സി ല തഹ്ലുക, ഹലാക്കാകുന്ന വിഷയത്തിലേക്ക് സ്വന്തം ചാടലായി സംഭവിച്ചിട്ടുള്ളത്. ആ ലൗന, അത് ഒരർത്ഥം. ആ ലൗന നുഹ്സിനു ഖിതാലൻ ലത്തബഅനാകും, ആ നഅലമൂന മാനെ പറയുന്നു. നമുക്ക് യുദ്ധം ചെയ്യാൻ അറിയുമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വരുമല്ലോ. യുദ്ധം ചെയ്യാൻ നമുക്ക് അറിഞ്ഞില്ല, അതിനെപ്പറ്റി ഇൽമില്ല. അപ്പം ഇത് പറഞ്ഞെന്തിനാ? വൈന്നമാ കാലൂഹു, അത് പറഞ്ഞെന്താ? ദഖലൻ വസ്തിഹ്സാൻ, കളിയും തമാശയാക്കാൻ വേണ്ടി പറഞ്ഞു. സാർ നിങ്ങൾ ചെയ്ത യുദ്ധമൊന്നുമല്ല. എന്നിട്ട് പറയുന്നത് ഈ വാക്കോടുകൂടി ഇവർ ആരായിന്നറിയോ? ഈ വാക്കിൽ ഹും, ആ മുനാഫിഖീങ്ങൾ ലിൽ കുഫ്രി യൗമഇദിൻ അഖ്റബു, കുഫറിലേക്കാണ് ഏറ്റവും അടുത്തിരിക്കുന്നത്. ഹും, അതിൻ്റെ ഖബറേത്? അഖ്റബു. എന്തിലേക്ക് അഖ്റബ്? ലിൽ കുഫറിലേക്ക്. യൗമഇദിൻ, ആ പറയുന്ന ദിവസത്തിൽ. എന്തിനേക്കാൾ? മിൻഹും, അവർ അടുത്തതിനേക്കാൾ. ലിൽ ഈമാൻ, ഈമാനിലേക്ക് അടുത്തതിനേക്കാണ്, കുഫറിലേക്കാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്. അപ്പം ഈമാനിന്ന് അതൊന്നും നടത്തായി. ഒമാന കോനി ഖുർബിഹിം ഇലൽ ഈമാൻ, അപ്പം ചോദിക്കും ഈമാനിലേക്ക് കുറച്ചടുത്തുനിന്ന് വരില്ലെന്ന്. നടുക്കോടെ നിന്ന് ഇവിടെ ഈമാനുണ്ട് കുഫറുണ്ട്, ഇവിടത്തേക്ക് കുറച്ച് ദൂരം കൂടിയാൽ മറുവശം കുറച്ച് ദൂരമാണെങ്കിൽ ഈമാൻ അവിടെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേന്ന്. അതാ അന്നഹും കാനു ഖബല ദാലിക്കൽ വഖതി കാതിമീന ലിന്നിഫാഖ്, ഈ പറയുന്ന അവസരത്തിൽ നിഫാഖിനെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ലാഹിൽ എന്തുണ്ട്? ഒരു ഈമാനുണ്ട്, ചെറിയൊരു ലാഞ്ചനുണ്ട്. നിഫാഖിനെ വെളിപ്പെടുത്തിയാൽ ഈമാൻ മറഞ്ഞു. ഇപ്പം എന്താക്കി? നിഫാഖിനെ മറച്ചു വെച്ചിട്ട് ഒരു ഈമാനികമായ ഒരു സംസാരം സംസാരിച്ചു. അത് അത്ര കണ്ട് ഈമാനിലേക്ക് അടുത്തല്ലോ. ചോദ്യം മനസ്സിലായിനപ്പാ? ഇവരെ നടുക്ക് നിർത്തിയിട്ട് ഈമാനും കുഫറും ഹും, അവര് ആ പറയുന്ന നേരത്ത് കുഫറിലേക്ക് അടുത്തു എന്ന് പറയുമ്പോൾ ഈമാനിനേക്കാൾ, അപ്പം മറുവശത്തുണ്ട് കുറച്ച് ദൂരത്തൊരു ഈമാനുണ്ടെന്ന് വന്നില്ലേ? മുനാഫിക്കിന് ഈമാനുണ്ടോ? പക്ഷെ ആ പറയുന്ന അവസരത്തിൽ നിഫാഖിനെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ലാഹിറിൽ എന്തുണ്ട്? ഒരു മോമിനിയുടെ കോലത്തിലുണ്ട്. അപ്പം ഫക്കാനോ ഫിൽ ലാഹിരി അബ്അദ മിനൽ കുഫർ, അപ്പം ലാഹിറിലേക്ക് നോക്കിയിട്ട് കുഫറിലേക്ക് അബ്അദായിട്ടുണ്ട്. ഫലമ്മാ ദഹറ മിൻഹും മാ കാനൂ യക്തുമൂൻ, ഇവർ മറച്ചു വെച്ചത് പുറത്തു ചാടിയപ്പോൾ എങ്ങോട്ടായി? കുഫറിലേക്ക് അക്റബായി, അക്റബുൽ കുഫരി. അതുകൊണ്ട് ഫഇന്ന കുല്ല വാഹിദിൻ മിൻ ഇൻഖിദാലിഹിം ബിറുജൂഇഹിം അൻ മുആവനത്തിൽ മുസ്ലിമീൻ വകലാമിഹിൽ മഹകീ അൻഹും, എന്തുകൊണ്ട് ഓരോന്നും എന്താന്ന് തങ്ങളെ അംഗസംഖ്യയിൽ നിന്ന് 300 ആളെ പിൻവലിച്ചിട്ട് എന്താക്കി? സഹായഹസ്തം പിൻവലിച്ചു എന്ന് പറയാം. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ പോയി ഇങ്ങോട്ട് വാ, എന്നിട്ടോ രണ്ടാലൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ കൂടുക. എന്താ കാണിക്കേണ്ടത്? ഒന്നിക്കൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, അംഗസംഖ്യ വർദ്ധിപ്പിച്ചിട്ട് കുടിക്കോ, അല്ലെങ്കിൽ യുദ്ധം ചെയ്തോ. അതിന് ഭഗവലം പറഞ്ഞ് അങ്ങനെ യുദ്ധം എന്നൊരു സാധനം അറിഞ്ഞെങ്കിൽ നമ്മൾ കൂടൂലേ? അപ്പം ചെയ്തതോ യുദ്ധമൊന്നുമല്ല, അത് ആത്മഹത്യ. അതെ, അതാണ് കലാമിൽ മഹക്കീയനും അവരെ തൊട്ട് ഹിക്കാത്ത ചെയ്യപ്പെട്ട കലാം യദുല്ലു, അത് അറിയിക്കുന്നുണ്ട് അലാനഹും ലൈസു മിനൽ മുസ്ലിമീൻ, മുസ്ലിമുകളിൽ പെട്ടിട്ടേ ഇല്ല എന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് എന്താക്കിയത്? ലിൽ കുഫരി അഖ്റബു എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഇബാദത്തിൽ കെട്ടയിക്കാനാണ്. ഇങ്ങനെ കെട്ടയിച്ച് എല്ലാ പാടത്തും ഇട്ട് അളക്കണം.
അപ്പോൾ അല്പം ഈമാൻ്റെ സൂചന ഉണ്ട് എന്നുള്ള അക്രമ മിന്നു എന്ന് പറഞ്ഞ് അതിനർത്ഥം പറഞ്ഞു. കുഫറിലേക്ക് അടുത്തതിൻ്റെ കാരണം ഈ പറഞ്ഞു വന്നത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംഘയിൽ നിന്ന് ആരായി 300 ആളെ പിൻവലിച്ചിട്ട് എണ്ണം കാത്തവക്കിച്ചിട്ട് ദോഷമുണ്ടാക്കാമെന്ന് വിചാരിച്ചു. രണ്ടാമത് നീക്കൊന്ന് വന്നൂടെ, അന്ന് യുദ്ധമില്ല, നമുക്ക് യുദ്ധം ചെയ്യാൻ അറിയുകയും ചെയ്യില്ല, അറിയുമ്പോൾ നമ്മൾ വരുമല്ലോ. ഇത് കളിയാക്കിയതാ. അതാ യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, മുനാഫിക്കിൻ്റെ സ്വഭാവം അറിയുന്നു. അവർ നാവ് കൊണ്ട് പറയുന്നത്, വായ് കൊണ്ട് പറയുന്നത് അവരുടെ കൽബിലില്ലാത്ത ഒന്നാണ്. അതാണ് ഈമാനിൻ്റെ പ്രയോഗം അവരുടെ കൽബിലില്ല. അതാ യുൽഹിറൂന ഖിലാഫ മാ യുൽമിറൂൻ, മറച്ചു വെച്ച ഒരു കാര്യത്തിന് എതിരായിക്കൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വൈദാഫത്തുൽ ഖൗലി ഇലൽ അഫ്വാഹി, ഇനി ഇവിടെ നോക്കട്ടെ, യഖൂലൂന ബി അഫ്വാഹിഹിം, അവിടെ വായ് കൊണ്ട് തൊള്ള കൊണ്ട് പറയുന്നല്ലേ, തൊള്ളയാ പറയല്, നാവല്ലേ, അപ്പോൾ ഫായില മാറിയില്ലേ. അത് പറയുന്നത് തഅ്കീദും വ തസ്മീറുൻ, അതിനെ ശക്തിപ്പെടുത്താൻ തൊള്ള കൊണ്ട് പറയുന്നത്. കഖൗലിഹി തആല വലാ ത്വാഇറിൻ യതീറു ബിജനാഹിഹി, അത് ഈ ആയത്തിൻ്റെ വാക്യമല്ല, അത് അൻആം സൂറത്തിലാണ് ഉള്ളത്. വലാ ത്വാഇറിൻ, ഒരു പക്ഷിയുമില്ല അതിൻ്റെ 2 ജനാഹ് ഉപയോഗിച്ച് പറക്കുന്ന പക്ഷി. ജനാഹില്ലാണ്ട് ഉപയോഗിക്കാൻ പറന്നുണ്ടാ. അതുപോലെ നിങ്ങളെ കാല് കൊണ്ട് നടന്നത്, കാലുകൊണ്ടെല്ലാം നടക്കലും ഉണ്ടാ. തസ്വീറുൽ ഹഖീഖത്തിൽ ഖൗലി, ഖൗലിൻ്റെ യാഥാർത്ഥ്യത്തിന് തസ്വീറാക്കലാണ്. ബിസൂറത്തിൻ ഫറത്തിൻ സാദിരി അൻ ആലത്തിഹി, അതിൻ്റെ ആലത്താണ് നാവും വായല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനത്തിനോട് വെളിപ്പെടുത്തലാണ്. അല്ലത്തിഹിയൽ എന്താണ്, ഫം, അത് വായയാണ് ആലത്ത്. വല്ലാഹു അഅലമു ബിമാ യക്തുബൂൻ, അവരെന്താണോ മറച്ചു വെച്ചത് അല്ലാഹു തആല അറിയുന്നവനാണ്. എന്താ, മാന്റെ ബയാൻ മിനൻ നിഫാഖി, നിഫാഖിനാലും വമാ യഖലു ബിഹി ബഅദുഹും ഇലാ ബഅദിൻ, അവർ പരസ്പരം മുനാഫിഖീങ്ങളും ഒത്തുകൂടുമ്പോൾ പറയുന്ന വാക്കലുണ്ടല്ലോ, അല്ലാഹു തആല അറിഞ്ഞിട്ടുണ്ട്. വഇന്നഹു യഅലമു ഫഇന്നഹു യഅലമുഹു, അല്ലാഹു തആല അതറിയുമെന്നാണ്. മുഫസ്സലൻ, വിശാലമായിട്ടറിയും. വഅൻതും തഅലമൂനഹു മുജ്മലൻ ബി അമാറാത്തിൻ, നിങ്ങൾക്ക് അറിവുണ്ട് എന്ന് വേണ്ടത് മുജ്മല മാത്രമല്ല, മുഫസ്സലാവൂല. അത് തന്നെ ചില ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തിനോട് ഒത്തൊന്നും പറയില്ല എന്നും വരാം. അവരുടെ ഉള്ളിൽ മറച്ചു വെച്ചത് വായ് കൊണ്ട് പറയുമ്പോൾ എന്താകും, തിരികെ ഉള്ളി മറ്റൊന്നാണുള്ളത്. ചില ലക്ഷണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്താകും, മുജ്മലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പുള്ളിക്കുത്തിട്ടൊരു കണക്ക് വെച്ചാൽ കിട്ടൂലേ? ഇല്ല. എന്തല്ല ആദ്യത്തെ തന്നെ വർഷം പറയുന്നത് ഈ പെണ്ണ് ഗർഭിണിയാണോ അല്ലയോ എന്നാണ്. ആദ്യത്തെ കുത്തി നോക്കില്ലേ, ഈ പെണ്ണ് ഗർഭിണിയാണോ അല്ലയോ എന്ന്. അത് മരത്തിനെ പറ്റി വെച്ചാലും ഗർഭിണിയാണെന്ന് ഉത്തരം കിട്ടും. നിങ്ങൾ മഹാന്മാരുണ്ടാക്കിയതിനൊക്കെ ഉറപ്പാണ്. മഹാന്മാരിനെ പോയത്തം തെളിക്കാനുണ്ടാക്കി, എന്താ ഇതിൻ്റെ വിട്ടിത്തം കണ്ടാണ്. ഗർഭിണിയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മേശയാവട്ടെ ഫാത്തുമ്മയാട്ടെ, ആണുങ്ങൾക്ക് നോക്കിയാലും കിട്ടും ഗർഭിണിയാണെന്ന്. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. പുള്ളി കുത്തിട്ടിട്ട് പിന്നെ ഹിസാബിയ കണക്കൊണ്ട് കിട്ടുന്നതാണ്. ഇനി പിന്നെ ചോദിക്കുന്ന ഈ ഗർഭം ഹലാലോ ഹറാമോ എന്ന രണ്ടാമത്തെ ചോദ്യം. അപ്പം നിങ്ങൾ ഹറാമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് ഗർഭിണിയാണ്, ഗർഭം വേറെ വീണ്ടും കിട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേറെ എന്തെങ്കിലും വേണം കാര്യം. ഇവനിക്ക് അടി കിട്ടാൻ മതി. ഇത് 80 അടിമായി കൊടുക്കണ്ടേ ജുലൂസുകാരന്? നിങ്ങൾ ഹറാമാണെന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയല്? ജാനസന്താനമെന്നില്ലാത്ത മക്കളി ഇത് പറയാൻ പറ്റുന്ന കാര്യമാണോ? തെളിവായിട്ട് എന്താ 4 സാക്ഷികളെ കൊണ്ടുവരാമായിരുന്നില്ല എന്ന് അല്ലാഹു തആല ചോദിച്ചു. അല്ല, അജാഊ ബിഅർബഅത്തി ശുഹദാ, 4 സാക്ഷികൾ എന്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നില്ല? ഞാനീ പുള്ളിക്കൊത്തിട്ട് നോക്കിയെന്ന് അറിയില്ല. ആ ഹക്കുൽ യക്കീനാണ്, ഹക്കും അറിയില്ല, യക്കീനാന്ന് അറിയില്ല. യാഥാർത്ഥ ബോധത്തോട് എനിക്ക് പറയുമ്പോൾ ആർക്കും ചൂടാന്നതിന് മുമ്പ് എന്താക്കുക, തണുപ്പോടുകൂടി വേണമെങ്കിൽ ചന്ദനാദി എണ്ണ വാങ്ങി തേച്ചിട്ട് നല്ല കൂളിംഗ് ആക്കിയിട്ടാലോ ഹക്കീക്കത്തുണ്ടോ ഇല്ലയോ? മൃഗാവലങ്ങാതി എണ്ണയും തേക്കാം, ഞാൻ കുറച്ച് ചൂടാകാണ്ടിരിക്കാൻ. അപ്പോൾ ചില ലക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മുജമലായിട്ട് കിട്ടും ഓരോ ഉള്ളിലിട്ട്. അതാ അല്ലദീന ഖാലൂ ലിഖവാനിഹിം വഖഅദൂ, ആ മുനാഫിഖീങ്ങൾ പറഞ്ഞ്
ആരോട്? ഇഖ്വാനികളോട്. ലി അജലി ഇഖ്വാനിഹിം, ഇഖ്വാനികളെ കാരണത്തിനോട് മിൻ ജിൻസിൽ മുനാഫിഖീനൽ മഖ്തൂലീന യൗമ ഉഹദിൻ. അതെന്താ? ഇഖ്വാന് എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങൾക്ക് ഇഖ്വാനികൾ ഉണ്ടാകുമോ? മുഅ്മിനീങ്ങൾ? അപ്പം അവരെ കൊണ്ട് ചേർക്കുമ്പോൾ ഇഖ്വാനികൾ ഏതാ? മുനാഫിഖീങ്ങളെ ജിൻസിൽപ്പെട്ടത് ഉഹദിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഇഖ്വാനികളെ കാരണത്തിന് ഇവിടെ ഇവർ പറയുന്നു, ഈ കണ്ണുനീരൊലിപ്പിക്കുന്നു. എന്നാണ് ഒറിജിനൽ ഇഖ്വാനികളില്ല, മുഅ്മിനീങ്ങളിൽ ഉണ്ടാവില്ലല്ലോ. ഉദ്യോഗത്തിൽപ്പെട്ടിട്ടുണ്ടാവും, അയാളെ കൂടെ പോകാണ്ട്. അല്ല, അത് ഒരു അത് മുനാഫിഖീങ്ങളിലെ പറയുന്ന ആള്. മുനാഫിഖീങ്ങൾ ഇഖ്വാനികൾ എന്ന് പറയുമ്പോൾ മുനാഫിഖീങ്ങളാവണ്ടേ? അപ്പോൾ ഉഹദ് യുദ്ധത്തിൽ മുനാഫിക്കിന്റെ ജിൻസിൽപ്പെട്ട ആരെങ്കിലും കൊല്ലപ്പെട്ട ഇഖ്വാനികൾ നട്ടം വെക്കുക. അതും അല്ലെങ്കിലോ ഇഖ്വാനി ഫിൻ നസബി വഫി സുക്നദ്ദാർ, മദീനത്ത് താമസിക്കുന്നു, അവരുടെ നസബിലും ഇഖ്വാനികളായവരാകാം. അപ്പോൾ കുറച്ചും കൂടി വിശാലമാക്കി. അപ്പോൾ ഫയന്തൽ ജഫീഹിം ബാദു ശുഹദാ, അപ്പോൾ ശുഹദാക്കളിൽപ്പെട്ട ചിലരെ കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതില് മദീന നിവാസികൾ എന്ന വിഷയത്തിലും നസബിന്റെ വിഷയത്തിലും. അപ്പോൾ ഒന്നിക്കൽ ഉഹദിൽ കൊല്ലപ്പെട്ട മുനാഫിഖിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് ഉദ്ദേശിക്കുക, അല്ലെങ്കിലോ നാട്ടിൽ താമസിക്കുന്ന വിഷയത്തിൽ ഇവർ ഇഖ്വാനികളായിട്ടുണ്ട്. അങ്ങനെ ഇഖ്വാനികളില്ലേ? സാധുലി ഇഖ്വാനികൾ എന്ന് പറഞ്ഞാൽ ഉമ്മ മറ്റ മക്കളാ. എന്നിട്ടോ വഖഅദു, ഇവർ യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്നിട്ടുണ്ട്. അത് ഖിതാലിനെ തൊട്ടിരുന്ന് എന്ന് വെച്ചാൽ പോകാതിരുന്ന്. അതെങ്ങനെ? ബിലിൻ ഖിതാൽ, തോറ്റുമടങ്ങിൽ അത് യുദ്ധത്തിന് പോകുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യത്തിൽ പറയുന്നു ലൗ അതാഊന, നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ അനുസരിച്ചെങ്കിൽ. ഈ മുനാഫിക്ക് പറഞ്ഞെന്താണ്? ആദ്യം മദീനത്ത് പുറത്ത് പോകണ്ടെന്നല്ലേ? നമ്മൾ പറഞ്ഞ വാക്കെടുത്തെങ്കിൽ ഈ കുരുമാരെല്ലാം എത്തണോ? ലൗ അതാഊന മാ ഖുതിലു, ഓർ കൊല്ലപ്പെടില്ലായിരുന്നു. 70 ആൾ പോയില്ലേ, നമ്മളെ വാക്കെടുക്കായിട്ടാന്ന് പറയുന്നു. ഐ ഫീമ അമർനാഹും, നമ്മൾ കൽപ്പിക്കുന്നൊരു വിഷയത്തിൽ അവർ വെടിപ്പെട്ട് വവാഫഖൂന ഫി ദാലിക്, നമ്മൾ അഭിപ്രായത്തിനോട് യോജിച്ചിരുന്നുവെങ്കിൽ. അതാഊനന്റെ ബാക്കിയാണ്. മാ ഖുതിലു, അവർ കൊല്ലപ്പെടില്ലായിരുന്നു. ഇതുപോലെ തമാലം നുഖത്തൻ, നമുക്ക് കൊല വന്നിട്ടില്ലല്ലോ, നമ്മൾ പോകാതിരുന്നിട്ടല്ലേ. വഫീഹി ഈദാനുൻ ബിഅന്നഹും അമറുഹും ബിൽഇൻഖിദാലി ഹീനൻ ഖദലു, അപ്പോൾ ഇവർ പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ മറ്റുള്ള ആളോടും പിരിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് ഈ ബാക്കിൽ കൂടി കിട്ടുന്നുണ്ട്. മനസ്സിലില്ല? 300 ആൾ പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ ബാക്കി 700 ആളോട് നമ്മളെ മാതിരി പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴില്ല എന്ന് മാത്രം. അവരെയും വഞ്ചിക്കുന്നുണ്ട്, ഇവർ വഞ്ചിക്കപ്പെട്ടതുപോലെ. കൊൽ എന്നാ മറുപടി, യുദ്ധത്തിന് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ എടുക്കൂല എന്ന് പറഞ്ഞു. മരണത്തിനെ തടുക്കാനുള്ള ഉപാധിയല്ല പുരക്കട്ടത്ത് കയറി വിളിക്കല്. അതാ കൊൽ, അവരോട് പറയണം, തബക്കീത്തല്ലഹും, അവർ ഉത്തരം മുട്ടിക്കാനും, വൈദ്ഹാരല്ലി കദിബിഹിം, അവർ പറഞ്ഞത് കളവാണെന്ന് വെളിപ്പെടുത്താനും. എന്നാ പിന്നെ ഫദ്റഉൻ അൻഫുസികുമുൽ മൗത, നിങ്ങളെ നഫ്സിനെ തൊട്ട് മൗത്തിനൊന്നും തടുത്തട്ടെ. യുദ്ധത്തിന് പോകാണ്ട് രക്ഷപ്രവാസം അറിയിക്കൂടിയില്ലേ, മൗത്ത് മരിക്കണ്ടെന്നിട്ടൊന്നും ചെയ്യുന്നുണ്ടമ്മോ? ഈ കുന്തം സാധിക്ക്, നിങ്ങൾ കയറി ഒളിക്കൽ എന്നുള്ളത് മരണത്തിനെ തടുക്കാനുള്ള ഉപാധിയാണെന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ മരിക്കാണ്ടിരിക്കണം പോയിരിക്കും. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത് യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കലാണ് അള്ളാഹു ഒരാളെ വിഷയത്തിൽ തീരുമാനിച്ചതെങ്കിൽ എന്തെങ്കിലും കാരണം യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേരുന്ന അല്ലേ? ലബറദല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം ഇൻകുന്തും സാദിഖീന ഫീമാ യുംബിഉ അൻഹു ഖൗലുക്കും മിൻ, അതാ നിങ്ങൾ സാധിക്കുക എന്ന് പറഞ്ഞാൽ സിദ്ഖ് എന്നുള്ള കൽബിലുള്ള ഹാലാന്നല്ലോ. അതെന്താ? അത് നിങ്ങളെ കൗലിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താ? മിൻ അന്നക്കും ഖാദിറൂന അലാ ദഫ്ഇൽ ഖത്ലി അമ്മൻ കുതിബ അലൈഹി, ആരെ മേലിലാണോ മൗത്ത് തീരുമാനിക്കപ്പെട്ടത് ആ മൗത്തിനെ തടുക്കൽ നിങ്ങളെ പൊരിയിൽ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ആ വാക്ക്. ഫദ്ഫഉ അൻ അൻഫുസികുമുൽ മൗത, എന്നാ മൗത്തിനെ നിങ്ങൾ തടുക്ക്. അല്ലദീ കുതിബ അലൈക്കും, നിങ്ങളെ മേലിൽ താരീഖാക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് നിശ്ചയിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ മുഅല്ലക്കൻ, ആ മൗത്തിൻ്റെ കിതാബ് മുഅല്ലക്കാണ്. മുഅല്ലക്ക് എന്ന ഇയാൾ മരിക്കും എന്നുള്ളത് മുബറമായ കളവ്. അത് എന്തിനോട് കൊളുത്തി? യുദ്ധക്കളത്തിനോട് ബന്ധപ്പെടുത്തി കൊളുത്തി. അപ്പോൾ അതിനോട് ബന്ധപ്പെടാൻ ഞാൻ തീരെ മരിക്കൂല തീരുമാനിച്ചില്ല. നിങ്ങൾ
അത് ബിസബബിൻ ഖാസിൻ, ഖാസായ സബബ് മുഅക്കത്തം ബി വഖത്തി മുഅയ്യനായ വഖത്ത് കൊണ്ടെന്താക്കി മുഅല്ലഖാക്കിയിട്ടുണ്ട്. അത് തടുക്ക് ഈ സബബ് എന്ന സബബ് തടുത്തിട്ട് മൗത്തിന്ന് രക്ഷപ്പെടും. എന്താ സബബ്? യുദ്ധത്തിന് പോകാണ്ടിരിക്കല്. എന്തുകൊണ്ട്? ഫഇന്ന അസ്ബാബൽ മൗത്ത് ഫി ഇംകാനിൽ മുദാഫഅത്തി ബിൽ ഹിയലി വംതിനാഇഹാ സവാഉൻ. മൗത്തിൻ്റെ അസ്ബാബ് അതാ മുദാഫഅത്തിൻ്റെ വിഷയത്തിൽ ഹീലത്ത് കൊണ്ട് അതിനെ തടുക്കലുണ്ടല്ലോ, അതുപോലെ വംതിനാഇഹാ ആ മുദാഫഅത്തിനെ ഒഴിവാക്കലും സവാ, രണ്ടും കണക്കാണ്. വഅൻഫുസുക്കും, എന്നാൽ ഈ തടുക്കേണ്ട ആരെയാണ്? ഈ ഇഖ്വാനിങ്ങളല്ല, നിങ്ങളെ സ്വന്തം നഫ്സിനെ തടുക്കേണ്ട. ആദ്യം നിങ്ങളല്ലേ മരിക്കാണ്ടിരിക്കേണ്ടത്. വഅൻഫുസുക്കും അഅസ്സു അലൈക്കും മിൻ ഇഖ്വാനിക്കും, ഇഖ്വാനികളെക്കാൾ ഏറ്റവും അഅസ്സല്ല നിങ്ങളുടെ നഫ്സ്. വഅംറുഹാ അഹമ്മു, അതുകൊണ്ടാണ് അൻഫുസിക്കുമ്പോൾ മൗത്താന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ യുദ്ധത്തിന് പോയ ആള് മരണത്തെ തടുക്കാൻ കഴിയുമെന്നല്ല ഇരിക്കുന്നത്. അങ്ങനെയല്ല സംഗതി ഉള്ളത്. അവരെക്കാൾ മുമ്പ് നിങ്ങൾ നഫ്സിനെ തടുക്കുക. മൗത്ത് വരുമ്പോൾ ഹീലത്ത് ഉപയോഗിച്ചിട്ട് മരിക്കാണ്ടിരിക്കുക. അപ്പോൾ അംറുഹാ അഹമ്മു ലദൈക്കും മിൻ അംരിഹിം, ഇഖ്വാനികളെ അമ്രിനാക്കാണ് നിങ്ങളെ സ്വന്തം നഫ്സിൻ്റെ അമ്രല്ലേ മുന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ്. വൽ മാന ഇന്ന അദമ ഖത്ലിക്കും കാന ബിസബബി അന്നഹു ലം യകും മക്തൂബൻ. അതാ നിങ്ങളിവിടെ മരിക്കാണ്ട് ഇവിടെ ഇപ്പം നിന്നല്ലോ, അത് നിങ്ങൾക്ക് യുദ്ധത്തിൽ പോകാനോ അല്ല വിധിച്ചിട്ടില്ല, അവിടുന്ന് മരിക്കാനും അല്ല വിധിക്കാത്തത് കൊണ്ടാണ്. അതിലാണ് നിങ്ങളുടെ തന്ത്രം കൊണ്ട് രക്ഷപ്പെട്ടൊന്നുമല്ല. എന്താ മറുപടി? ലാ ബിസബബി അന്നക്കും ദഫഅതുമൂഹു ബിൽ ഖുഊദി, വീട്ടിലിരിക്കൽ മുഖേന എന്താക്കുക മൗത്തിനെ തടുത്തു എന്ന് വിചാരിക്കണ്ട. ഓടിയാമോ മാ കിതാബിഹി അലൈക്കും, മൗത്ത് നിങ്ങളെ മേൽ നിർബന്ധമാക്കലോടുകൂടി തന്നെ പരക്കി നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ല എന്ന് പറയണ്ടില്ല. ഫഇന്ന ദാലിക മിമ്മാ ലാ സബീല ഇലൈഹി, അങ്ങനെ മൗത്തിനെ തടുക്കാനുള്ള ഒരു മാർഗം അല്ലാഹു വെച്ചിട്ടേ ഇല്ല. ഖദ് യകൂനുൽ ഖിതാലു സബബൻ ലിന്നജാതി, എന്താ യുദ്ധത്തിന് പോവുക എന്നുള്ളത് ലാഹിർ ഇപ്പം എന്താ മൗത്തിൻ്റെ കാരണമല്ലേ, നജാത്തിൻ്റെ കാരണമായി ചെയ്യാം. അവൽ ഖുഊദു മുഅദ്ദിനിൽ മൗത്ത്, വീട്ടിലിരുന്നാൽ മൗത്തിൻ്റെ കാരണവുമാകാം. കാരണം ഒരു ഉരുളുപൊട്ടൽ വന്നിട്ട് ഒരൊറ്റ കൊല്ലം പാലം കഴിഞ്ഞു എന്നാൽ പരക്കുന്നുണ്ടെന്തായി, അവിടെ തൽക്കാലം സാധനം വാങ്ങാൻ പോയാൽ എന്താ ഇരിപ്പോടാണ്ട് പെടുകയും ചെയ്തു, രക്ഷപ്പെടുകയും ചെയ്തു. വഅലം അന്നൽ മൗത ലൈസ ലഹു സിന്നും മാലൂം, മരണം എന്നതിന് പ്രത്യേക വയസ്സിൻ്റെ കണക്കില്ല. ചെറിയ കുട്ടിക്കും മരിക്കാം, വയസ്സന്മാർക്കും മരിക്കാതിരിക്കുകയും ചെയ്യാം. വലി അല അജലിൻ മാലൂം, ഒരു നിശ്ചയിക്കപ്പെട്ട പ്രായം, ഒരു അജലി അതും. വല മറദും മാലൂം, അറിയപ്പെട്ട ഒരു രോഗവും അതിനില്ല. രോഗമൊന്നുമില്ലാത്ത അരോഗ ദൃഢഗാത്രരായ ആളുകൾ എന്താക്കും? മരിക്കും. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് അവർക്ക് എല്ലാവരും ദ്വാരഞ്ഞാലും ചിലപ്പോൾ മരിച്ചോളൊന്നുമില്ല. അതിനല്ല അങ്ങനെ വെച്ചത്. ഈ പ്രത്യേക അടയാളമോ വയസ്സോ വെച്ചാൽ അന്നേക്ക് മാത്രം മൗത്തിന് ഒരുങ്ങും. ആയിട്ടില്ല. അപ്പോൾ 100-ാം വയസ്സിലാണ് മരിക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 70. 30 കൊല്ലം ഉണ്ടല്ലോ, എന്താ പിടിക്കണ്ടി? അങ്ങനെ ആകാൻ പാടില്ല. അലാഹുബത്തിൻ മിൻ ദാലിക്, മരണത്തിൻ്റെ എല്ലാം ഒരുക്കം ചെയ്ത് നിൽക്കാൻ പാടില്ല. എന്ത് സമയം നടക്കില്ല. മുസ്തഇദ്ദൻ ലിദാലിക്. വകാന ബഅദു സ്സാലിഹീന യുനാദി ബില്ലൈലി അലാ സൂരിൽ മദീന, മദീനത്തിൻ്റെ അതിൽ വരുമ്പോണ്ടല്ലോ അവിടെ നിന്ന് രാത്രി വിളിച്ചു പറയും, അർ റഹീൽ അർ റഹീൽ, പോകാനായി പോകാനായി എന്ന് വിളിച്ചു പറയും. ഫലമ്മ തൂഫിയ, ആ വിളിച്ചു പറഞ്ഞാൽ ഒഫാത്തായി. ഫൂഖിദ സൗത്തുഹു, കടാ അമീർ തിൽക്കൽ മദീന, ആ മദീനൻ്റെ അമീർ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാണ്ടായി. ഇന്നും പണ്ടേ വിളിച്ചു പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, പറഞ്ഞു പിന്നെ ഫസഅലൻ, അതിനെപ്പറ്റി അന്വേഷണം നടത്തി. ഫഖീല ഇന്നഹു മാത, ഓർ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം കിട്ടിയത്. അപ്പോൾ മറ്റുള്ള ആളെ മരണത്തിന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞ ആൾ മരിച്ചു. അങ്ങനെ ചിലരുണ്ട്. നമ്മേതോ റാത്തീബിന് പോയിട്ട് മുഹമ്മദ് അലാക്കാരൊക്കെ മുടങ്ങുമ്പോൾ അബ്ദുൽ ബാരി അർ റഹീൽ എന്ന് വിളിച്ചു പറയപ്പെട്ടിട്ടുണ്ട്. ഇനി റാത്തീബെല്ലാം ഞാൻ കാണിച്ചത് പോലെ ഇനിയെല്ലാം നടത്തണം, വൃത്തി നടത്തണം. 16-ാം ദിവസം മൂപ്പർ പെട്ടെന്ന് ഒഫാത്തായിട്ട്, ലോകത്തിൽ കൂടുതലൊന്നും കടന്നിട്ടൊന്നുമില്ല. ഫഖാല, അപ്പോൾ അമീറുൽ മദീന എന്ത് പറഞ്ഞ്?
ما زال يلهج بالرحيل وذكره حتى أناخ ببابه الجمال فأصابه متيقظا متشمرا بأهبة لم تلهه الآمال. ആ വിളിച്ചു പറഞ്ഞ ആളെ പറ്റിയാ പറയുന്നത്. മാസാല യൽഹജു ബിർ റഹീൽ, റഹീൽ കൊണ്ട് ദുനിയാവിൽ നിന്നുള്ള പിരിഞ്ഞുകൊണ്ടുള്ള യാത്ര, അതാണ് റഹീൽ. ആ റഹീൽ കൊണ്ട് ഇദ്ദേഹം എന്താക്കി, വളരെ ഉച്ചത്തിൽ ശബ്ദിച്ചിരുന്നു. ദിക്രി, അത് പറച്ചിൽ കൊണ്ടു ആ മനുഷ്യൻ. ഹത്ത എത്ര വരെ, ഹത്ത അനാഹാൽ ജമ്മാൽ ബിബാബിഹി, ഒട്ടകയാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ വാതുക്കൽ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പരെ കൂട്ടാൻ വന്നാളും വാതുക്കലെത്തി. ഫഅസാബഹു, അപ്പം അദ്ദേഹത്തിന് അത് ബാധിച്ചു, അതാ മൗത്ത്. എന്താ, മുത്തയക്കിലൻ, അത് നല്ല ബോധവാനായിക്കൊണ്ട്, ഗഫലത്തില്ല. കാരണം മറ്റുള്ള ആളെയും കൂടി ബോധവാനാക്കുന്ന ഒരാളാണല്ലോ ഇദ്ദേഹം. മുത്തശമ്മിറൻ, അതിന് വേണ്ടി നല്ല ഉത്സാഹിച്ച് പ്രവർത്തിച്ചവരായിട്ട് ആ മൗത്തിനെ സ്വാഗതം ചെയ്യാൻ. ഉഹുബത്തിൻ, അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഒടിയാളായിക്കൊണ്ടു. അതൊന്ന് മുത്തയക്കിലാണ്, രണ്ട് മുത്തശമ്മിറാണ്, ഉഹുബത്താണ്. ലം തുൽഹിൽ ആമാലു, ദുന്യാവിൻ്റെ വ്യാമോഹങ്ങളൊന്നും അദ്ദേഹത്തിനെ ലഹിബിലാക്കിയിട്ടില്ല. ആ രൂപത്തിൽ മൗത്തിൻ്റെ എല്ലാം ഒരുക്കം ചെയ്തിട്ട് അദ്ദേഹം മരണത്തിനിടയായി. ശുഹദാക്കന്മാരുടെ മഹത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉമ്രക്ക് മുമ്പ് ഒരു വക്തേ നടക്കുള്ളൂ. വേള വെക്കണം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നടക്കേണ്ടി വരും അല്ലേ?